ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. നല്ല ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈഡ് റൈസ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 2-3 ഗ്രാമ്പും 3-4 ഏലക്കയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 സവോളയും 3-4 വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വന്നാൽ മതി. അതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 10-15 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 കപ്പ് ഗ്രീൻ പീസ്, ഇതെല്ലാം ചേർത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കവും ബീൻസും ക്യാരറ്റും ഒക്കെ നല്ലതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വേണമെങ്കിൽ കാബേജും കോണും ഒക്കെ ചേർക്കാം. ഞാൻ ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊക്കെ നല്ലതായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിത് കുരുമുളക് പൊടിയായിട്ടല്ല ചേർക്കുന്നത്, കുരുമുളക് ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ്. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കളറിനൊരു വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ കുരുമുളക് ക്രഷ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം നല്ലതായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് പാത്രത്തിൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അതിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഈ മുട്ടയൊന്ന് നമുക്ക് നല്ലതായിട്ട് ചിക്കി എടുക്കണം. ഞാനിവിടെ 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മുട്ടയൊന്ന് പകുതി വേവാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസിലെ ആ മുട്ടയുടെ ടേസ്റ്റും എല്ലാം കൂടെ മിക്സ് ആകും. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1.5 കപ്പ് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ബ്രസ്റ്റിൻ്റെ പീസാണ്. അത് ഉപ്പും ഗരം മസാലയും ചേർത്ത് നല്ലതായിട്ട് വേവിച്ചെടുത്തേക്കുന്നതാണ്. അത് മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കൈ കൊണ്ട് പിച്ചെടുത്താൽ മതി. അതും ചേർത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ വെജിറ്റബിളും ചിക്കനും മുട്ടയും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ആകുന്നിടം വരെ നമുക്ക് അത് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചില്ലിയും ടൊമാറ്റോയും കൂടെ ഉള്ള സോസാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസിൽ ഉപ്പുള്ളത് കാരണം ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ആദ്യമേ തന്നെ വെജിറ്റബിളിലും ചിക്കനിലും എല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 കപ്പ് അരിയുടെ ചോറാണ്. ഞാൻ ഈ ചോറ് 1.5 മണിക്കൂർ മുമ്പേ വേവിച്ച് വെച്ചതാണ്. എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നേരത്തെ തന്നെ ചോറുണ്ടാക്കി തണുപ്പിച്ച് വെക്കണം. അതിനുശേഷം വേണം ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് ടിൽഡ റൈസാണ്. അത് ഞാൻ വേവിച്ചത് 10 മിനിറ്റ് അരി കുതിർത്തിയതിന് ശേഷം 4.5 കപ്പ് വെള്ളം തിളച്ച് അതിലേക്ക് ഉപ്പും 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് വേവിച്ചെടുത്തേക്കുന്നതാണ് ഇത്. നമുക്ക് ഈ ചോറ്
വെജിറ്റബിൾസിലും ചിക്കനും എല്ലാമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം മിക്സ് ആകാനായിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചോറ് വെന്ത് പോകല്ലേ. ഞാൻ ഈ പറഞ്ഞ അളവിന് കറക്റ്റായിട്ടുള്ള വേവായിരിക്കും റൈസിൽ. ഒരു 4-5 തണ്ടോളം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതുപോലെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി സവോള ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് 3-4 ദിവസം മുമ്പേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടും ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ടും ആവശ്യത്തിനുള്ള സ്പ്രിംഗ് ഓണിയൻ കിട്ടും. സ്പ്രിംഗ് ഓണിയനും ചേർത്ത് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. അതിനി ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.